നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് ചർച്ചകൾ സജീവമാക്കുകയാണ് മുസ്ലിം ലീഗ്. മണ്ഡലമാറ്റത്തിനായി നേതാക്കൾ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. KM ഷാജി അഴീക്കോട് വിട്ട് കാസർഗോഡ് മത്സരിച്ചേക്കുമെന്നറിയുന്നു. MK മുനീർ കൊടുവള്ളി വിട്ട് തിരികെ കോഴിക്കോട് സൗത്തിലെത്തിയേക്കുമെന്നും അറിയുന്നു. പാറക്കൽ അബ്ദുള്ള കുറ്റ്യാടിയിൽ നിന്നും മാറി നാദാപുരത്ത് നിൽക്കാനാണ് ധാരണ. PK ബഷീർ, KP മജീദ്, NA നെല്ലിക്കുന്ന് തുടങ്ങിയവർ 4-ാം ഊഴത്തിനായി ഇളവ് ചോദിച്ച് ലീഗ് നേതൃത്വത്തെ സമീപിച്ചിട്ടുണ്ടെന്നും അറിയുന്നു. VS രഞ്ജിത്ത്, അങ്ങനെ ലീഗിലെ ഇപ്പോൾ സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ സജീവമായി നടക്കുകയാണ്. പലരും ഊഴം നഷ്ടപ്പെടുമോ എന്ന ആശങ്കയിലാണ്. ചിലരൊക്കെ മണ്ഡലം മാറണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇപ്പോൾ പ്രാഥമികമായ ചർച്ചകളിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്? VS രഞ്ജിത്ത്. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ചർച്ചകൾ ലീഗിൽ പുരോഗമിക്കുമ്പോൾ ചില മണ്ഡല മാറ്റങ്ങളാണ് ഇപ്പോൾ ഏറ്റവും നിർണായകവും ശ്രദ്ധേയവുമാവുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് MK മുനീർ സുരക്ഷിത മണ്ഡലം എന്ന രീതിയിൽ കൊടുവള്ളിയിലേക്ക് മാറിയിരുന്നു. കഴിഞ്ഞ തവണ കൊടുവള്ളി നല്ല ഭൂരിപക്ഷത്തിന് MK മുനീർ ജയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ MK മുനീർ വീണ്ടും അദ്ദേഹത്തിൻ്റെ പഴയ തട്ടകമായിട്ടുള്ള കോഴിക്കോട് സൗത്തിലേക്ക് തിരിച്ചെത്തും എന്നുള്ള വാർത്ത വരുന്നു. കോഴിക്കോട് സൗത്തിൽ അദ്ദേഹം തിരിച്ചെത്തുകയാണെങ്കിൽ കൊടുവള്ളി മണ്ഡലം ഒഴിഞ്ഞുകിടക്കും. അവിടെ KM ഷാജി സ്ഥാനാർത്ഥി ആയേക്കാം എന്നുള്ളൊരു അഭ്യൂഹമുണ്ട്. പക്ഷേ KM ഷാജിക്ക് താല്പര്യം അഴീക്കോട് മണ്ഡലം വിടുകയാണെങ്കിൽ കാസർഗോഡ് മണ്ഡലമാണ്. കാസർഗോഡ് NA നെല്ലിക്കുന്ന് 3 ടേം കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും കാസർഗോഡ് മണ്ഡലത്തിൽ KM ഷാജി പരിഗണിക്കപ്പെടും എന്നുള്ളതാണ്. അങ്ങനെയാകുമ്പോൾ അതോടൊപ്പം അദ്ദേഹം മുനീർ സൗത്തിലേക്ക് വരുമ്പോൾ കൊടുവള്ളിയിൽ ഇത്തരത്തിൽ KM ഷാജി അല്ലെങ്കിൽ അവിടെ പ്രാദേശികമായിട്ടുള്ള നേതാക്കന്മാർ റസാഖ് മാഷ് ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെയുണ്ട്. ഇനി അഥവാ കൊടുവള്ളിയിൽ തന്നെ MK മുനീർ തുടരുകയാണെങ്കിൽ കോഴിക്കോട് സൗത്ത് നിയോജക മണ്ഡലം വനിതാ ലീഗിന് തന്നെ നിലനിർത്തണം എന്നൊരാവശ്യം വനിതാ ലീഗ് അവരുടെ കഴിഞ്ഞ കമ്മിറ്റിയിൽ ഉയർത്തിയിരുന്നു. അത് നൂർബിന റഷീദ് തന്നെ അവിടെ മത്സരിച്ചേക്കാം. അല്ലെങ്കിൽ ഫാത്തിമ തഹലിയെ പോലുള്ള യുവ നേതാക്കന്മാർ ഇവിടെ കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിൽ വരാനുള്ള സാധ്യതയുണ്ട്. കുറ്റ്യാടി മണ്ഡലത്തിൽ മത്സരിക്കുന്ന പാറക്കൽ അബ്ദുള്ള അവിടെ നിന്ന് മാറി നാദാപുരത്തേക്ക് മാറാനും നാദാപുരം മണ്ഡലം കോൺഗ്രസിൽ നിന്ന് ലീഗ് ഏറ്റെടുത്ത് പകരം പേരാമ്പ്ര കോൺഗ്രസിന് കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. കുന്നമംഗലം മണ്ഡലമാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു മണ്ഡലം. അവിടെ ഇത്തവണ പിടിക്കണം എന്നൊരു ആഗ്രഹം ലീഗിനുണ്ട്. ആ മണ്ഡലത്തിൽ ആ നാട്ടുകാരൻ കൂടിയായിട്ടുള്ള PK ഫിറോസിനെ മത്സരിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഇനി PK ഫിറോസ് കുറ്റ്യാടിയിലേക്ക് മാറുകയാണെങ്കിൽ അവിടെ TP ജിഷാൻ ആയിരിക്കും സ്ഥാനാർത്ഥിയായിട്ട് എത്തുക. ഇത്തരം ചർച്ചകളൊക്കെ ലീഗിൽ പുരോഗമിക്കുന്നതിനിടയിൽ 3 വട്ടം പൂർത്തിയാക്കിയിട്ടുള്ള PK ബഷീർ, KP മജീദ്, NA നെല്ലിക്കുന്ന്, ഷംസുദ്ദീൻ, അതുപോലെ ഉബൈദുള്ള, മഞ്ഞളാംകുഴി അലി തുടങ്ങിയ MLA മാർ കൂട്ടമായി തന്നെ ലീഗ് നേതൃത്വത്തെ സമീപിച്ച് 3 വട്ടം എന്നുള്ളതിനൊരു ഇളവ് വേണം. 4-ാം വട്ടം മത്സരിക്കാൻ അനുവാദം തേടിക്കൊണ്ട് ഇവരെല്ലാം രംഗത്തെത്തിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. VS രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്.